ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി കൃഷിയെ പറ്റിയിട്ടാണ് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ തക്കാളി. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് മൂടി നിർത്തിയിരിക്കുന്നതാണ്. പക്ഷേ ഞാൻ അതിന് കമ്പുകൾ കുത്തി കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി ഈ സമയത്ത് കമ്പുകൾ കുത്തി കൊടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ താഴെ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും കമ്പുകൾ കുത്തി കൊടുക്കാം. പക്ഷേ നമ്മൾ ഈ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചാക്കിലൊക്കെ നട്ടേക്കുന്നതിന് നമ്മൾ കമ്പുകൾ കുത്തി കൊടുത്താൽ ചിലപ്പോൾ നാളത്തേക്ക് അത് വാടി നിൽക്കുന്നത് കാണാം. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ അതിന് ഇതിന് ചുറ്റിലും ഇപ്പോൾ വേര് പടലങ്ങൾ വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്കിനി കമ്പുകൾ കുത്തി കൊടുത്തു കഴിയുമ്പോൾ ആ വേരിന് ക്ഷതം പറ്റിയിട്ട് വാടിപ്പോവും. അപ്പോൾ ഇനി നമുക്കിതിന് കമ്പുകൾ കുത്തി കൊടുക്കാൻ പറ്റില്ല, നമുക്കിതിന് വള്ളികൾ കെട്ടിക്കൊടുക്കണം. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തക്കാളി കൃഷി ചെയ്യുന്ന സമയത്ത് എപ്പോഴും ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം കേട്ടോ. നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ടെ നമ്മൾ തക്കാളി കൃഷി ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ പൂക്കാറാകുന്ന സമയത്ത് തക്കാളി അങ്ങോട്ട് വാടിപ്പോവും. അപ്പോൾ അത് ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും സ്യൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ വാട്ടരോഗം പോലെയുള്ള രോഗങ്ങളൊക്കെ തക്കാളി തൈകൾക്ക് കൂടുതലാണ്, തക്കാളി ചെടികൾക്ക് കൂടുതലാണ് വാട്ടരോഗം. അപ്പോൾ അത് നമ്മൾ ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഒന്ന് കലക്കി ഒഴിക്കുന്നത്, 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി തൈകൾ നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ നനച്ചും കൊടുക്കണം. അതേപോലെ തന്നെ വളമിട്ട് മണ്ണൊക്കെ ഇട്ട് മൂടി കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാത്തിനും വളമിട്ട് മണ്ണിട്ട് മൂടി കൊടുത്തേക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി ഇതിന് ഞാൻ കമ്പുകൾ കുത്താനായിട്ട് വൈകിപ്പോയി. അപ്പോൾ ഇനി നമ്മൾ കമ്പുകൾ കുത്തിക്കൊണ്ട് അത്രയും സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കമ്പുകൾ കുത്തുമ്പോൾ ഇതിൻ്റെ വേരുകൾ പൊട്ടിപ്പോയിട്ട് തക്കാളി തൈകൾ വളരെ നേർത്ത വേരുകളാണ്. അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോയിട്ട് ഇത് കേടുവരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഈ മതിലിൻ്റെ സൈഡിൽ കൂടെയാണ് വരിയായിട്ട് വെച്ചിരിക്കുന്നത്. മതിലിൻ്റെ മുകളിൽ കൂടെ ഇത് കണ്ടോ, നമ്മൾ കോൺക്രീറ്റ് ആണി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, എല്ലാം ഇതിൻ്റെ മുകളിൽ കൂടെ കോൺക്രീറ്റ് ആണി അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പടർത്തി വിടുന്നതെന്നും പടർത്തി വിടാം. അതുപോലെ തക്കാളി തൈകൾക്കൊക്കെ നമുക്ക് വള്ളി കെട്ടി കൊടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ വള്ളിയാണ് കെട്ടിക്കൊടുക്കാനായിട്ട് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ കയർ വാങ്ങിക്കാൻ കിട്ടും, ചകിരിക്കയർ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് വള്ളികൾ എടുക്കാം. അപ്പോൾ ഞാനിത് ഇതിനെ കെട്ടിക്കൊടുക്കാനായിട്ട് പോവാം. നമുക്ക് ഈ ആണിമയ്ക്കൊന്ന് കെട്ടിക്കൊടുക്കാം ആദ്യം. ഇനി നമുക്ക് ഇതിൻ്റെ നീളം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മൾ ഈ ഗ്രോ ബാഗ് ഉണ്ടാക്കിയ സമയത്ത് ഇതിൻ്റെ അകത്ത് ഇതേപോലെ ഒരു വള്ളിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഗ്രോ ബാഗ് റെഡിയാക്കി എടുത്തത്. ചാക്ക് നമ്മൾ ഗ്രോ ബാഗ് ആക്കി മാറ്റുന്ന വീഡിയോയിലാണ് കേട്ടോ ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വള്ളികൾ തമ്മിൽ കൂട്ടി ബന്ധിപ്പിക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൂട്ടി കെട്ടിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കൊരു കല്ല് കെട്ടിയിട്ട് അതുമേക്ക് ഈ വള്ളി കെട്ടി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്രോ ബാഗ് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വള്ളി മുകളിലോട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടിക്കൊടുക്കാനും പടർത്തി കൊടുക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ വള്ളി കെട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ തക്കാളി തൈകളെ ഇതിമേക്ക് ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 വള്ളി കെട്ടി കൊടുക്കണം. ഇതേപോലെ നമുക്കിതിനൊക്കെ വള്ളി കെട്ടിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ എല്ലാത്തിനും വള്ളികൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇതിൻ്റെ മുകളിലോട്ട് കോൺക്രീറ്റ് ആണിയാണ് കേട്ടോ അടിച്ചു കൊടുത്തേക്കുന്നത്. കോൺക്രീറ്റ് ആണിയാണ് നമുക്ക് മതിലേൽ അടിച്ചാൽ കയറുള്ളൂ, മറ്റു ആണികളൊന്നും അടിച്ചാൽ കയറില്ല കേട്ടോ. അപ്പോൾ കോൺക്രീറ്റ് ആണി ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് ഞാൻ പ്ലാസ്റ്റിക് വള്ളി ഓരോന്നിനും കെട്ടി കൊടുത്തിട്ടുണ്ട്. ഈ വള്ളികൾ ഇട്ടേക്കുന്ന ഗ്രോ ബാഗിന് വള്ളികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ കല്ല് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ തക്കാളി തൈകളിൽ കെട്ടി കൊടുത്തേക്കുന്ന വള്ളിയുടെ താഴ്ഭാഗത്ത് വെച്ചിട്ട്, ഒത്തിരി മുകളിലല്ല, തക്കാളി വളരുന്നതിനനുസരിച്ച് പിന്നീട് കെട്ടി കൊടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് അങ്ങേയറ്റം വരെ ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ. ഇത് പോരണത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് ചുറ്റി പോയാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്താലും മതി. ഇത് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ തക്കാളി തൈകൾ മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ നമുക്ക് ഇത്രയും പൊക്കല്ലേ ആയിട്ടുള്ളൂ തക്കാളി തൈകൾ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത്രയും ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തക്കാളി തൈകൾ പൊങ്ങുന്നതിനനുസരിച്ച് നമുക്ക് മുകളിലോട്ട് ഇതേപോലെ ഇങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ കമ്പുകളുടെ ആവശ്യമില്ല കേട്ടോ. നമുക്കിങ്ങനെ വള്ളിയുമ്പോൾ തന്നെ തക്കാളി തൈകൾ നല്ല ബലമായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ ഇനി അടുത്ത കെട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ വളർന്നു വന്നോളും, മറഞ്ഞൊന്നും പോവാതെ നല്ല രീതിയിൽ തക്കാളി തൈകൾ വളർന്നു വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തക്കാളി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്